ഡീ എന്താ? വന്ന് വണ്ടിയിൽ കയറ്. വേണമെന്നില്ല, ഞാൻ ബസ്സിന് വന്നോളാം. നിന്നോട് ഞാൻ വന്ന് വണ്ടി കയറാനാ പറഞ്ഞത്. ഞാൻ ബസ്സിന് വന്നോളാന്ന്. നിനക്കെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. വന്ന് വണ്ടി കയറാനാ പറഞ്ഞത് ഞാൻ. അതിന് താനെന്തിനും ഇത്ര ഒച്ച എടുക്കണം? ഇത് ബസ് സ്റ്റോപ്പാണ്. അത് ഓർത്തിട്ട് ഇങ്ങനെ വർത്താനം പറ. ഇന്നെ പഠിപ്പിക്കാൻ നിൽക്കാണ്ടൊന്നും വണ്ടി കയറുന്നുണ്ടോ? അതോ ഞാൻ നിന്നെ പഠിച്ചോണ്ട് പോണോ? പ്രണവ്, ഞാൻ പോവാ. നീ ബസ്സിന് പോക്കോളൂലേ? ആ നക്ഷു, നീ പോക്കോ. വന്നോ കിച്ചു? ഇതെന്താ പറ്റി? ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. ആ കൊച്ചു നിന്ന് നേരത്തെ പോയത്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. കിച്ചുവിന് എന്നാ പറ്റിയേ? അവനെന്താ പറ്റിയേ? ഇങ്ങോട്ട് വന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. കൊച്ചെന്തേലും കഴിക്കാനുണ്ടോ? ഞാനിത് ആരോടാ ചോദിച്ചത്? എന്താ കൊച്ചേ? ഒന്നുമില്ല. കൊച്ചിന്ന് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അതെടുത്ത് കഴി. ഞാൻ ചെല്ലട്ടെ. കൊച്ചെനിക്കൊന്നുമില്ലല്ലോ. ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. എന്നാലും ഉയർക്കെന്തോ പറ്റിയേ? വഴക്കുണ്ടാക്കാഞ്ഞിട്ടൊരു സമാധാനമില്ല. ജോലി ചെയ്യുവാണോ? എന്നതിന് എനിക്കത് പഠിക്കാൻ. ഈ മാസം എന്ത് പോണ? ഒരു 5 മിനിറ്റ് വായടച്ച് വെക്കാൻ വല്ലതും തന്നോ നിനക്ക് ഞാൻ? എൻ്റെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. എനിക്ക് പാട്ട് പാടണമെങ്കിൽ പാടും. ഇനി വർത്താനം പറയണമെങ്കിൽ വർത്താനവും പറയും. ഇതിനോട് പറയണേക്കാളും നല്ലത് ഇറങ്ങി പോണത്. ഇന്ന് വന്നപ്പോൾ തൊട്ട് കിച്ചു ആരോടും മിണ്ടണമില്ല. ആ മുറിയുടെ അകത്ത് കയറിയിരിക്കുവായിരുന്നു. ഇതുമായിട്ട് ഒരു ബന്ധമില്ലെന്നും പറഞ്ഞാണ് കുഞ്ഞാറ്റം നടക്കണത്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ അവര് തമ്മിൽ ഇനി മിണ്ടത്തില്ല എന്ന്. ഇത് ചുമ്മാ പറയരുത്. ഇത് അതൊന്നും അല്ല. ശരി, ഞാൻ അവൻ വരുമ്പോ ഒന്ന് ചോദിക്കട്ടെ. അവൻ വന്ന് ചെന്ന് ചോദിക്ക്. ഈ പെണ്ണിനെ കൊണ്ട്. കിച്ചു, കിച്ചു. എന്താട്ടാ? ഇങ്ങോട്ട് വാ. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെ കൊണ്ടിരുത്തിട്ട് എന്നെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്ന നിനക്കെന്താ പറ്റി? എനിക്കെന്താ പറ്റി? ശരി, നിനക്കെന്താ പറ്റിയെന്ന് നീ എന്നോടാ ചോദിക്കണേ? എനിക്കൊന്നും പറ്റിയില്ല. നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേട്ടനോട് പറ. നീ ചേട്ടനോട് തന്നെയല്ലേ ഇത്ര നേരം പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല. കോപ്പ്, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയൂ നീ. എനിക്ക് പ്രശ്നമുണ്ടെന്ന് ഏട്ടനോട് ആര് പറഞ്ഞു? നിന്റെ ഏട്ടത്തി. ഏട്ടത്തിയോ? അതെ, ഏട്ടത്തി തന്നെ. നീ അവളെ വിളിച്ചപ്പോൾ എന്തോ നീ മൈൻഡ് ചെയ്തില്ല എന്ന്. എപ്പോ? ഒന്നും എനിക്ക് അറിഞ്ഞൂടെ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ നേരിട്ട് ചെന്ന് അവളോട് ചോദിര്. ഏട്ടത്തി എവിടാ? എനിക്ക് അറിഞ്ഞൂടെ. നീ ചെന്ന് നോക്കാവിടെ, ചിലപ്പോൾ മുറിയിലുണ്ടാവും. എന്നാ ഏട്ടൻ ഇവിടെ, ഞാൻ പോയി എൻ്റെ ഏട്ടത്തിനെ കണ്ടിട്ട് വരാം. ഈ ജീവിയുടെ ഇവിടെ ഇരിപ്പുണ്ടോ? ഹലോ പ്രണവ്, കേൾക്കണ്ടോ? ഞാനെന്താ ഇൻവിസിബിൾ? അവൾ എന്നെ കണ്ടില്ലേ? അവളുടെ ഒരു പ്രണവ്. അവളും ഉണ്ടാവണം പ്രണവ്. എൻ്റെ പൊന്നോ. ഏട്ടത്തി. എന്താ? സോറി, അത് പെട്ടെന്ന് വന്നതാ. എന്താണ് ഇവിടെ വന്നിരിക്കുന്നേ? എന്താ ഏട്ടത്തി? ഞാൻ എപ്പോഴാ ഏട്ടത്തിനെ മൈൻഡ് ചെയ്യാണ്ട് പോയേ? അത് നീ കയറി വന്നപ്പോ ഞാൻ നിന്നെ വിളിച്ചപ്പോ നീ എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്റെ ഏട്ടത്തി കാര്യത്തിനാണോ ഏട്ടത്തി ഏട്ടനെ പറഞ്ഞു വിട്ട്? ഞാൻ വേറെ എന്തെങ്കിലും ആലോചിച്ചോണ്ട് വന്നോണ്ടായിരിക്കും ഏട്ടത്തി വിളിച്ചപ്പോ മൈൻഡ് ചെയ്യാണ്ടിരുന്നല്ല. കേട്ടിട്ടുണ്ടാവും. നീ അതെല്ലാം വിട്ടെ. എന്റെ കിച്ചു കഴുത്തിന്ന് വീഴടാ. നീ ആരോട് ചോദിച്ചിട്ടാ പാറുവിന് തൊട്ടത്? എന്റെ ഏട്ടത്തിനെ കെട്ടിപ്പിടിക്കാൻ ഞാൻ നിന്റെ അനുവാദം ഇനി മേടിക്കണായിരിക്കും. വേണം. എന്റെ അനുവാദം ചോദിച്ചിട്ട് മാത്രമേ പറഞ്ഞു മേത്ത് തൊടാമോ. ഇത് എന്റെ ഏട്ടത്തില്ലേ? ഇത് നിന്റെ ഏട്ടത്തിയാണെങ്കിൽ ഇതെന്റെ എല്ലാം ആണ്. എവിടെ കയറി പോണ്? നിർത്തിക്കേ. കൊച്ചിനേക്കാളും ഇഷ്ടം എന്നെയല്ലേ? കുട്ടിപ്പിശാചിനെ കൊണ്ട്. കുട്ടിപ്പിശാചിനെ കെട്ടിയോള്. അത് തന്നെയല്ലോ ഞാനും ഇപ്പൊ പറഞ്ഞത്. പോടാ നീ. പോതന്നെ. വാ ഏട്ടത്തി, നമുക്ക് ഇവളോടൊക്കെ വർത്താനം പറഞ്ഞോണ്ടിരുന്ന ഏട്ടത്തിക്ക് ഭ്രാന്ത് പിടിക്കും. എന്തിത്? അയ്യടെ മോനത് വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി. ജന്മം നടക്കാൻ പാടില്ല. കൊച്ചെൻ്റെ കൂടെ വന്നേ. ആ കൊച്ച കഴുത്ത്.
ആ അതെ അതെ, ഈ ജന്മത്തിൽ നടക്കാൻ പോണല്ലോ. ഇവിടെ എൻ്റെ ഞാൻ കണ്ടു ബാബാറുമ്പോ നമുക്ക് പോവാം. ഇവിടെ നിന്ന് നീ ശരിയാവത്തില്ല. ഓട്ടത്ത് അപ്പൊ ശരി, ഇപ്പോഴേ ഞാൻ പോണ്. ഇവനെന്താണ് മൈൻഡ് ചെയ്യാണ്ട് പോണ്? മോളെന്ന് ഇത് ആ ടേബിളിലോട്ട് വെച്ചോ. അമ്മ എവിടെ? തേന അവിടെ ഇരിക്കണം, അതെടുക്ക്. അമ്മ കണ്ട്. ഓ പേടിച്ചു പോലും. എന്താണ് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കണേ? അമ്മ ഞാൻ 2 ദിവസം വീട്ടിൽ പോയി നിൽക്കട്ടെ. അതിനെന്താ, മോള് പോയിട്ട് വാ, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഇതേ അവനെ കൂടെ വിളിച്ചോണ്ട് പോക്കോ. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഉടനെ ജോലിക്കും ക്ലാസ്സിലൊക്കെ പോയില്ലേ, അപ്പം എന്തൊക്കെയായാലും 2 ദിവസം ലീവ് എടുക്കുക. ഓക്കെ അമ്മ. കിച്ചു ദേ നാളെ കുഞ്ഞാറ്റ വീട്ടിൽ പോവാ. അപ്പം നീ അവളുടെ കൂടെ പോയിക്കൊള്ളോട്ടാ. പിന്നെ എൻ്റെ പട്ടി പോവും. കിച്ചു അവളെ വീട്ടിൽ പോണേന് ഞാനിങ്ങനെ അവളുടെ പാലെ പോണേ? നിനക്ക് എന്താടാ പോയാല്? ഓ ഞാൻ പോയിക്കോളാം. എന്ത് പറ്റിയെന്നാവുന്നു? നേരത്തെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തല്ലോ. ഹലോ ഡി, എന്താണ് തനിക്ക്? താൻ ഇത്ര നേരം കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ? എന്തേ എനിക്ക് എണീറ്റൂടെ? അമ്മ ഒറ്റ വേണ്ടി ഞാൻ തിരിച്ചു വിളിക്കാം. അമ്മയാ? ഇനി എന്ത് പറ? അത് പിന്നെ എന്തോന്ന്? എനിക്ക് നാളെ വരാൻ പറ്റില്ല. താൻ വരണ്ട. അത് തനിക്ക് ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ അമ്മയോട് പറയാൻ മേലാഞ്ഞോ? അതെനിക്ക് അന്നേരം പറയാൻ തോന്നിയില്ല. ഞാനിപ്പോൾ പറഞ്ഞു. ഞാനിത് പറയാൻ എണീറ്റ്. അത് സാരില്ല, ഇനി താൻ കിടന്നോ. എന്നാലും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? ആ അമ്മ പറഞ്ഞോ. അല്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ഓ ഇവിടെ നിന്ന് ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. ആ ശരി, ഞാനെന്നാ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവനോട് ചോദിക്കാം. ഡേ, ഓ തനിക്ക് എന്താടോ? ഞാൻ നാളെ നിന്നെ കൊണ്ടാക്കിക്കോളാം. ഞാനും വരാം നാളെ. താനല്ലേ ഇപ്പൊ പറഞ്ഞത് അവനില്ലാന്ന്? ഞാൻ നാളെ കൊണ്ടുപോവാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഗുഡ് നൈറ്റ്. എന്നാലും ഇങ്ങേർക്ക് എന്താ പറ്റി? നാളെ നിനക്ക് എന്താവോ വയറുവേന വന്നേ? ആ എനിക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെയായാലും ഇപ്പൊ കുറവുണ്ട്. നീ എന്തൊക്കെയായാലും നാളെ ക്ലാസ്സിൽ പോകണ്ട. എന്തൊക്കെയായാലും കുഞ്ഞാറ്റം പോണില്ലല്ലോ. നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോവാം. നിന്റെ വയറുവേന ശരിക്കും മാറിയോ? അങ്ങനെ ചോദിച്ചാ കുറവുണ്ട് നേരത്തേക്കാളും. മൊത്തം മാറാൻ നമുക്കൊരു കാര്യം ചെയ്താലോ? അടങ്ങിയിരുന്നോട്ടാ. പക്ഷെ അങ്ങനെ പറയല്ലേ നീ. तड़पाए मुझे तेरी सभी बातें, एक बार है दीवानी, झूठा ही सही प्यार तो कर. എന്നുവെച്ചാ ചായ മോളെപ്പോഴാ പോണേ? കുറച്ച് കഴിയുമ്പോ പോവും ഞാൻ. വിച്ചു എണീറ്റോ? ഇല്ല. മോളെന്നാ ചെന്ന് അവനെ വിളിച്ച് നീക്കുക, അല്ലെങ്കിൽ ഞാൻ അവനവിടെ കിടക്കും. മോളെ എന്താ കാറ് എണീറ്റില്ലേ? ആ അറിഞ്ഞൂടെ, എണീറ്റില്ലെന്നാ തോന്നണേ. വയറുവേന മാറിയില്ലെന്നോ? ആവോ, എണീക്കുമ്പോ ചോദിക്കാം. അയ്യോ കിടക്കണം, കണ്ടാലും മതി ഡോ. എന്തോ ഇത്, ഒന്ന് എണീക്കണുണ്ടോ? ഒന്ന് എണീക്കണോ? നിനക്ക് എന്താ പ്രശ്നം? ഉറങ്ങാനും സമ്മതിക്കൂലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, താനിവിടെ കിടന്നുറങ്ങും. ഞാൻ എൻ്റെ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ? ഓ ഞാൻ വരാം. എനിക്കൊരു നിർബന്ധമൊന്നുമില്ല, ഞാൻ കിടന്നുറങ്ങിക്കോ. അല്ല, ഞാൻ വരാമെന്ന് പറഞ്ഞാലും ഇനി എന്നോടൊന്നും പറയണ്ട. ഞാൻ പോയി കുളിച്ചിട്ട് വരാം, ഒരു 5 മിനിറ്റ്. ആഹാ വന്ന കിച്ചു, നീ ചെന്നത് സച്ചുവിനെ നോക്കിയിട്ട് വാ. ആമത് വന്ന് അതെ വന്ന് അമ്മ കഴിക്കാൻ വരാൻ പറഞ്ഞു. നിങ്ങൾ കഴിച്ചാൽ ഫ്രഷായിട്ട് വരാം. ഓക്കേ.
പാറൂസ് അയ്യോ എന്താ? സമയത്രേ? ഒരു 9 10 ഒക്കെ ആയിട്ടുണ്ടാവും. 10? അതെന്റെ ഒരു ഊഹം പറഞ്ഞത് കേട്ടോ. നീ ഇച്ചിരി നേരം കൂടി കിടക്ക്. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യും, ഉച്ചയ്ക്ക് എണീറ്റ് പോവാം. അതാകുമ്പോൾ കുറച്ച് നേരം കൂടി കിടക്കാമല്ലോ. ഞാൻ പോവാ, വേറെ ആടന്ന്. വേഗം എണീറ്റ് കുളിക്കാൻ നോക്കാം. ഹോസ്പിറ്റലിൽ പോകണം. എനിക്ക് വയറുവേദന തുടങ്ങുന്നതിന് മുമ്പ് പോകണം. പോവാ. നിങ്ങൾ പോയില്ലായിരുന്നോ? നിങ്ങൾ വന്നിട്ട് നിങ്ങളോടും കൂടി പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. നിങ്ങൾ കഴിച്ചാ? അവരൊക്കെ കഴിച്ചിട്ട് എത്ര നേരം എന്നറിയോ? ഇനി നിങ്ങളും കൂടി കഴിക്കാനുള്ളൂ. മോളെ വയറുവേദന ആയതുകൊണ്ടാണ് ഇന്ന് രാവിലെ എണീക്കേണ്ടിരുന്നത്. അതാകുമ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് വയറുവേദന എടുത്തപ്പോൾ ഞാൻ അവിടെ കിടന്നത്. അപ്പോൾ ഉറങ്ങിപ്പോയി. നിങ്ങളിനി ഹോസ്പിറ്റലിലോട്ടാണോ പോണത്? അമ്മ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ പോവാന്ന് കരുതി. നമുക്ക് ഇറങ്ങാമെന്നാ? ഞങ്ങൾ ഇറങ്ങാട്ടോ, അച്ഛനോട് പറഞ്ഞേക്ക്. അമ്മ ഏട്ടത്തി പോവാട്ടോ. വീട്ടിലോട്ട് എന്തായാലും മേടിക്കണോ? വേണ്ട. ഇറങ്ങിക്കോ. അമ്മ, അച്ഛനെന്തേ? ദേ നിക്കണ്. കിച്ചു എന്തേ? അന്നുണ്ട്. കഴിക്കാൻ എന്തേലും വേണോ? ഇപ്പൊ വേണോ? ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ വരാം. എനിക്ക് അപ്പം തന്നാൽ മതി. ഓക്കെ? മോനെ കിച്ചു സുഖാണോടാ? സുഖം. അച്ഛനും അമ്മയ്ക്കും സുഖമല്ലേ? സുഖമല്ലോ. നിനക്കെന്തെങ്കിലും കഴിക്കാനെടുക്കണോ? വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കഴിച്ചിട്ടാ വന്നേ. അമ്മ, ഞാൻ പുറത്തോട്ട് പോകട്ടെ. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. കിച്ചു നീയും ചെല്ലേ. അമ്മ. ഇന്നേ ചായ കൊണ്ട് കിച്ചന് കൊടുത്തിട്ട് വാ. എന്നെ കൊണ്ടൊന്നും പറ്റൂല. നിന്നോട് പറഞ്ഞത് അങ്ങ് ചെയ്താൽ മതി. ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. എന്നാ ഈ ചായ കൊണ്ട് കൊടുക്കാം അവന്. അവന് വേണമെങ്കിൽ അവൻ വന്നെടുത്ത് കുടിച്ചോളൂ. എനിക്ക് നീ ചായ കൊണ്ട് പുറത്ത് നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നോക്കി പേടിപ്പിക്കണം. ഇങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് കൊടുക്കാം. മുറിയിലല്ലോ. ഞാനെങ്കിലും തട്ടിക്കൊണ്ടുപോയോ? ഞാൻ ജീവിതത്തെ രക്ഷപ്പെട്ടു. ആരെ നോക്കി പോയിരിക്കുവാണോ? ഇതാ പിടി. എന്താ ഇത്? കുറച്ച് കള്ള വേണമെങ്കിൽ കുടിച്ചോ. നല്ല തമാശ. അതിന് തമാശ പറഞ്ഞാന്ന് ആര് പറഞ്ഞു? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇതാരുണ്ടാക്കിയതാ? എന്ത് കള്ളോ? ചായ. അപ്പൊ മോന് മനസ്സിലായിരുന്നു ചായയാന്ന്? ഇതാരുണ്ടാക്കിയെന്ന് പറയാദ്യം. ആരുണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ അതാ കുടിക്കുക. നീ കൊണ്ട തന്നോണ്ട് ചോദിച്ചത്. ഇനി വല്ല വിഷവും കലക്കിയിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. എന്താടി? താൻ ഭയങ്കര ബുദ്ധിശാലി കേട്ടോ. ഞാൻ വിഷം കളിക്കുന്നതൊക്കെ താൻ കണ്ടുപിടിച്ചതേ. വേണേന്റെ അടുത്ത് കൂടി അല്ലെങ്കിൽ വെച്ചിട്ട് നോക്കോ. ഇതേപോലൊരു സാധനം. ഹലോ, പറഞ്ഞോ? എന്റെ മറ്റവനെ ആയിരിക്കുമല്ലേ വിളിക്കണത്? ആരായാലും തനിക്ക് എന്തിപ്പോ ഇത്ര പ്രശ്നം? ഞാൻ ആരെയും വിളിച്ചോളാം. എനിക്ക് എന്താ പ്രശ്നം എന്ന് നിനക്ക് അറിയണോല്ലേ? ഞാൻ പറഞ്ഞുതരാം. മര്യാദക്ക് കളിക്കാൻ എന്നെ ഫോൺ തരുന്നുണ്ടോ? ഇങ്ങനെ കൊണ്ട് വലിയ ശല്യമായല്ലോ.